നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രാവണപ്രഭു കാണാൻ വേണ്ടിയിട്ടാണ്. രാവണപ്രഭു കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് കണ്ടോ, ഇതാണ് തിരക്ക്. എൻ്റെ മോനെ, സ്ഥലമില്ലാത്തതുകൊണ്ട് വെളിയിൽ കൊണ്ടാണ് ഇട്ടേക്കുന്നത്. പടം തുടങ്ങാൻ സമയമായി. ഒരു 1.5 വൈബായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് വാച്ച്. വേഗം വാ, പടം തുടങ്ങാറായി. ബസ് ഈ സിനിമ കണ്ടിട്ടുണ്ടോ രാവണപ്രഭു? 2001 അപ്പൊ ഈ സിനിമ ടിവിയിലും കണ്ടിട്ടില്ലേ ഇതുവരെ? ടിവിയിൽ ഈ സിനിമ ഫുള്ളും കണ്ടിട്ടുണ്ടോ? ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ട്, അതേ സിനിമ എന്ന് പറ. അറിഞ്ഞൂടെ? ദേവാസുരം എന്നാണ് സിനിമ. അതാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ് ഈ സിനിമയുടെ. ചേർത്ത് വെച്ചൊരു ബലി വലിച്ചാണ്ടല്ല, തല സവാരി ഗിരിഗിരി. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആഘോഷമായിരുന്നു, ഒരു ഉത്സവമായിരുന്നു. ഞാൻ പണ്ട് കുഞ്ഞിലെ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ചെറുതായിട്ട്. പപ്പയും മമ്മിയൊക്കെ ആയിട്ട്. പപ്പയൊക്കെ അന്ന് സിനിമാ പ്രാന്തനായിരുന്നു എന്നെപ്പോലെ. അപ്പോൾ ഇപ്പോഴാണ് അധികം ഇതിലോട്ടൊന്നും എൻഗേജ്ഡ് ആകാത്തത്. പക്ഷേ അന്നൊക്കെ എല്ലാ സിനിമകളും കൊണ്ട് കാണിക്കുമായിരുന്നു. ഭയങ്കര മോഹൻലാൽ ഫാനാണ് പുള്ളിക്കാരൻ. അങ്ങനെ കൊണ്ട് കാണിച്ചൊരു പടമായിരുന്നു. അന്ന് ഈ ബഹളങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എക്സ്പീരിയൻസ്, ഇതുപോലൊരു എക്സ്പീരിയൻസ് നമ്മുടെ ജനറേഷനിൽ ഉള്ളവരൊക്കെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ പുലിമുരുകനും അതുപോലെയുള്ള പടങ്ങളൊക്കെ വന്നപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ മിസ്സാവുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെയാണ് റീ റിലീസ് എന്ന് പറയുന്ന ഒരുപാട് പരിപാടികൾ ഈ ഇടക്കാലത്ത് കൊണ്ടുവന്ന ട്രെൻഡാണ് അതൊക്കെ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തിയേറ്ററിൽ ആ ഒരു ഓളം. നമ്മളിത് എത്ര പ്രാവശ്യം തിയേറ്ററിൽ ടി വിയിൽ കണ്ടെന്ന് പറഞ്ഞാലും തിയേറ്ററിൽ വാച്ച് ചെയ്യുന്ന ഒരു ഫീല് വിത്ത് ഓഡിയൻസ്, ഇതുപോലുള്ള റൈറ്റ് ഓഡിയൻസ്. നമ്മളൊരു PVRലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റോങ് ഓഡിയൻസിൻ്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു വൈബ് നമുക്ക് പറ്റണമെന്നില്ല. പക്ഷേ ഇതുപോലുള്ള ഓഡിയൻസിൻ്റെ കൂടെ ഈ പടം കാണുക, അവരുടെ ഡാൻസ്, പാട്ട്, വിസിലടി, കയ്യടി, ദാറ്റ്സ് എക്സ്പീരിയൻസ് വാസ് ഡിഫറെൻറ്റ്. സോ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇപ്പോൾ കുറവാണ്. സോ ഇങ്ങനെയുള്ള അടുത്ത റീ റിലീസ് ഉടനെ ഉണ്ടാവുമെന്ന് ഇങ്ങനെ അറിഞ്ഞായിരുന്നു. നമ്മൾ ഉസ്താദ്, നരസിംഹം, അതൊക്കെ ഇനി വരുമ്പോൾ അതിനും തീർച്ചയായിട്ടും പോകണം. ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്. മമ്മിയും വൈഫൊക്കെ ആയിട്ടാണ് പോയത്. അവർക്കാണ് ഇത് കാണണമെന്ന് പറഞ്ഞ് ആദ്യം ഇങ്ങനെ നിർബന്ധം പിടിച്ചത്. പിന്നെ കൊണ്ടുവന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയി, ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിലൊരു ആ ഓളം, ആ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. തിയേറ്റർ ഓളം എന്ന് വെച്ചാൽ ഭയങ്കരമായ ഓളമായിരുന്നു. പടം തീർന്നപ്പോഴും ആൾക്കാർ എഴുന്നേറ്റ് പോകാൻ തന്നെ ആ പാട്ട് കഴിയുന്നത് വരെയും വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കുമായിരുന്നു. റിയലി അതൊരു ഭയങ്കര ഒരു രസം തന്നെയായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റീമാസ്റ്റേർഡ് വേർഷൻസൊക്കെ വരണം. മോസ്റ്റ് പ്രോബബ്ലി എന്താ പറയുക, മോഹൻലാലിൻ്റെ പടങ്ങളായിരിക്കും കൂടുതലും സെലിബ്രേഷൻസ് വരുന്ന, കൂടുതലും ആൾക്കാരെ എൻജോയ്മെൻറ്റിലേക്ക് എത്തിക്കുന്ന പടങ്ങളിൽ പലതും. അപ്പോൾ ഇനി അടുത്ത റീ റിലീസിന് കാണാം നമുക്ക്.